കണ്ണൂരിലെ പയ്യന്നൂരിനടുത്തുള്ള രാമന്തളി എന്ന ഗ്രാമം. അവിടെ കുന്നരു എന്ന പ്രദേശത്തെ പ്രതാപശാലിയായ ജന്മിയായിരുന്നു മേലേടത്ത് ചക്കിയമ്മ. അവർക്ക് വയനാട്ടിലെ തങ്ങളുടെ കാട്ടുപ്രദേശമായ പൂമ്പുനത്തിൽ വെച്ച് ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ ഒരാൺകുട്ടിയെ കിട്ടി. ചക്കിയമ്മ അവനെ കേളൻ എന്ന് വിളിച്ചു. വളർന്നു വലുതായപ്പോൾ കേളൻ അസാമാന്യ ധൈര്യശാലിയും അധ്വാനശീലനുമായി മാറി. കുന്നരിലെ കൃഷിയിടങ്ങളെല്ലാം കേളന്റെ കരുത്തിൽ തഴച്ചു വളർന്നു. ഒരു ദിവസം ചക്കിയമ്മ കേളനോട് പറഞ്ഞു, മകനെ, വയനാട്ടിലെ നമ്മുടെ പൂമ്പുനം കാടുപിടിച്ചു കിടക്കുകയാണ്. നീ അതുകൂടി വെട്ടിത്തെളിച്ച് കൃഷിയോഗ്യമാക്കണം. അമ്മയുടെ വാക്കുകേട്ട് വില്ലും ശരവും ഉറപ്പുള്ള ആയുധങ്ങളുമായി കേളൻ വയനാട്ടിലേക്ക് തിരിച്ചു. വഴിമധ്യേ ലഹരിക്കായി ഒരു കുറ്റി കള്ളും അവൻ കരുതിയിരുന്നു. പൂമ്പുനത്തിലെത്തിയ കേളൻ 4 കാടുകളും വെട്ടിത്തെളിച്ചു. കാടിനു നടുവിൽ പടർന്നു പന്തലിച്ചു നിന്ന ഒരു നെല്ലിമരം മാത്രം അവൻ വെട്ടിയില്ല. ആ മരത്തിലായിരുന്നു കാളിയെന്നും കരാളിയെന്നും പേരുള്ള 2 നാഗങ്ങൾ വസിച്ചിരുന്നത്. വെട്ടിയിട്ട കാടിന് കേളൻ തീയിട്ടു. ഓരോ കാടിലും തീയിട്ട് അതിനു നടുവിൽ നിന്ന് സാഹസികമായി പുറത്തേക്ക് ചാടുന്നത് കേളന് ഒരു ഹരമായി തോന്നി. എന്നാൽ 4ാമത്തെ കാടിന് തീയിട്ടപ്പോൾ കാറ്റും അഗ്നിയും കോപിച്ചു. 8 ദിക്കുകളിൽ നിന്നും തീ ആളിപ്പടർന്നു. തീയിൽ നിന്നും രക്ഷപ്പെടാൻ വഴിയില്ലാതെ കേളൻ ആ നെല്ലിമരത്തിന് മുകളിലേക്ക് ചാടിക്കയറി. മരത്തിലുണ്ടായിരുന്ന 2 നാഗങ്ങളും മരണഭയത്താൽ കേളന്റെ ശരീരത്തിലേക്ക് പാഞ്ഞുകയറി അവന്റെ മാറിൽ ആഞ്ഞുകൊത്തി. ബോധരഹിതനായ കേളനും നാഗങ്ങളും ആ വലിയ അഗ്നികുണ്ഡത്തിലേക്ക് വീണ് ചാരമായി മാറി. ആ സമയത്താണ് വേട്ടയാടി വരികയായിരുന്ന വയനാട്ടുകുലവൻ ശിവൻ അവിടെയെത്തിയത്. അഗ്നിയിൽ വെണ്ണീരായി കിടക്കുന്ന കേളനെയും നാഗങ്ങളെയും കണ്ട ദൈവം തന്റെ പിൻകാൽ കൊണ്ട് ആ ചാരത്തിലൊന്നു തട്ടി. അത്ഭുതമെന്നു പറയട്ടെ, തന്റെ മാറിൽ 2 നാഗങ്ങളുമായി കേളൻ പുനർജനിച്ചു. വയനാട്ടുകുലവൻ കേളനെ ചേർത്തു നിർത്തി അനുഗ്രഹിച്ചു. ഞാൻ നിന്നെ കണ്ടതുകൊണ്ട് നീ ഇനി മുതൽ കണ്ടനാർ കേളൻ എന്നറിയപ്പെടും. നീ എന്റെ ഇടതുഭാഗത്തിരിക്കാൻ യോഗ്യനാണ്. അങ്ങനെ കേളൻ വെറുമൊരു മനുഷ്യനിൽ നിന്നും ഒരു ദൈവക്കരുവായി തെയ്യക്കോലമായി മാറി. ഇന്നും ഉത്തരമലബാറിലെ കാവുകളിൽ കണ്ടനാർ കേളൻ തെയ്യം കെട്ടിയാടുമ്പോൾ ആ പഴയ അഗ്നിബാധയുടെ ഓർമ്മയ്ക്കായി തെയ്യം ആളിപ്പടയുന്ന മേലേരിയിലേക്ക്, കനൽക്കൂനയിലേക്ക് ചാടിയിറങ്ങാറുണ്ട്. മാറിൽ വരച്ചുചേർത്ത നാഗങ്ങളും അഗ്നിയിലൂടെയുള്ള ആ കുതിച്ചുചാട്ടവും കാണുന്ന ഏതൊരാളെയും അത്ഭുതപ്പെടുത്തുന്ന ഒന്നാണ്.